ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ, ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം. ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ, ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. നമുക്കറിയാം, ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴും അതുപോലെ പ്രവാചകന്മാരിലൂടെ ജനത്തോട് സംസാരിക്കുമ്പോഴും എല്ലാം ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? കാരണം ഇതാണ്, മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഭയം. ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ് ഉത്കണ്ഠ, ശിക്ഷയെക്കുറിച്ചുള്ള ഭയമാണ് കുറ്റബോധം, അതുപോലെ മരണഭീതി, അപകടഭീതി. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് ഭയം കടന്നു വന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യന്റെ മനസ്സിൽ ഭയം എന്നൊരു വികാരമില്ലായിരുന്നു. അവൻ ദൈവത്തോടത്ത്, സർവശക്തനായി ദൈവത്തോടത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയവനാണ്. എന്നാൽ പാപം ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? അവരിലേക്ക് ഭയം കടന്നു വന്നു. പാപത്തിന്റെ വിഷമാണ് ഭയം എന്ന് പറയുന്നത്. അവിടെ നമ്മളവിടെ വായിക്കുന്നുണ്ട്, ദൈവം കടന്നു വന്നപ്പോൾ പേടിച്ച് അവർ വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചു എന്ന്. വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുവാനായിട്ട് ഇടയാക്കിയ വിധത്തിൽ ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നത് പാപം വഴിയാണ്. അപ്പോൾ പാപ വിമോചനം കിട്ടുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മാറും. ഒരു വ്യക്തി വിശുദ്ധിയിൽ വളരുന്നതിന് അനുപാതികമായി ഭീതിയിൽ നിന്നുള്ള വിടുതൽ ആ വ്യക്തിക്ക് കിട്ടും. അപ്പോൾ ഭയം പാപത്തിലൂടെ കടന്നു വന്ന വലിയൊരു ദുരന്തമാണ്. പക്ഷെ ഈ ഭയത്തിന് പോസിറ്റീവായിട്ടുള്ള ചില ഘടകങ്ങൾ, വശങ്ങളും കൂടിയുണ്ട്. ഉദാഹരണത്തിന്, അപകടങ്ങളെ കുറിച്ചുള്ള ഭയമാണ് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാൻ നമ്മളെ സാധിക്കും. വൈദ്യുതി ഷോക്ക് അടിക്കുമെന്നുള്ള ആ ഭയമുള്ളത് കൊണ്ടാണ് ശ്രദ്ധിച്ച് നമ്മൾ വൈദ്യുതി ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ഈ മരണഭീതിയും ഒരു പരിധി വരെ നല്ലതാണ്. അത് നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും. പക്ഷെ ഇതൊക്കെ അമിതമായി കഴിഞ്ഞാൽ, ക്രമാതീതമായിട്ട് ഭയം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യ ജീവിതത്തെ തളർത്തിക്കളയും. എന്നാൽ ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് തീരും. ഇപ്പൊ ദൈവഭയം പാപം ചെയ്യാതെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത മകൻ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, അപ്പയ്ക്ക് BP ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പൊ അന്ന് എനിക്ക് അങ്ങനെ BP ഒന്നും ഇല്ല, ഇപ്പം അല്പം BP ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ BP ഷുഗർ ഒന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ വീണ്ടും ചോദിച്ചു, ഞാൻ ആ BP അല്ല ചോദിച്ചത്, വേറൊരു BP ആണ് ചോദിച്ചത്. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, BP എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചത് ഭാര്യയെ പേടിയുണ്ടോന്നാണ്. അപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് ചോദിക്കുന്നത് എന്നോട്, ഭാര്യയെ പേടിയുണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അല്പം പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യയെ പേടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അല്പം പേടിയൊക്കെ ആരെയെങ്കിലും ജീവിതത്തിൽ ഇല്ലെങ്കിൽ ജീവിതം ശരിയാകുകയില്ല. അപ്പൊ അല്പം പേടി നല്ലതാണ്. പേടി എന്ന് പറയുമ്പോൾ ദൈവത്തെ പേടിക്കുക, ദൈവഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഭയമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിൽ നിന്നും ആദരവിൽ നിന്നും രൂപപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഭയം. ഒരു വ്യക്തിയോടുള്ള ആദരവിൽ നിന്ന് രൂപപ്പെടുന്നത്. അത് നമ്മളെ പല കാര്യങ്ങളിലും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും, തിന്മ ചെയ്യാതിരിക്കാൻ സഹായിക്കും. ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ, ബാങ്കിലെ ഇടയ്ക്ക് ഇങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ടാവും, മദ്യമൊക്കെ കഴിക്കും. പക്ഷേ ഒരു മനുഷ്യൻ, അദ്ദേഹം ഭാര്യ വീട്ടിലുള്ളപ്പോൾ മദ്യപിക്കുകയില്ല. ഭാര്യ എവിടെയെങ്കിലും പോയ ദിവസമാണെങ്കിൽ ഇദ്ദേഹം മദ്യപിക്കും. അപ്പോൾ എല്ലാവരും കളിയാക്കും ഇദ്ദേഹത്തിന് ഭാര്യയോടുള്ള ഈ പേടി പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തെ വളരെ ക്രൂരമായിട്ട് എത്ര നിർബന്ധിച്ചിട്ടും മദ്യം കഴിക്കുന്നില്ല. അപ്പോൾ അന്ന് ഭാര്യ വീട്ടിലുണ്ട്. അപ്പൊ ഭാര്യയോടുള്ള ഈ പേടിയെ കുറിച്ച് പറഞ്ഞ് മറ്റു സഹപ്രവർത്തകരെല്ലാം ഇദ്ദേഹത്തെ കളിയാക്കുകയാണ്. കളിയാക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്,
നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള പേടി കൊണ്ടൊന്നുമല്ല ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഞാൻ മദ്യം കഴിക്കാതെ വരുന്നത്. മറിച്ച് ഞാൻ മദ്യം കഴിച്ചു വന്നാൽ അവൾക്ക് ഭയങ്കര വിഷമമാണ്. അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത് അവൾ ഉള്ളപ്പോൾ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പോസിറ്റീവായിട്ടുള്ള ഭീതി. ഒരു വ്യക്തിയോടുള്ള റെസ്പെക്റ്റിൽ നിന്ന്, ആദരവിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഭീതിയുണ്ട്. അത് നമുക്ക് പലപ്പോഴും ഒരു പ്രൊട്ടക്ഷന് കാരണമായിട്ട് തീരുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഭയം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് കൂടുതലും നെഗറ്റീവായ തലങ്ങളിലേക്ക് അത് വളർന്നിട്ടുണ്ട്. ഭയം കടന്നു വരുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും കരുത്തും എല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു വരും. പല വ്യക്തികളെ, സാഹചര്യങ്ങളെ ഒക്കെ നമ്മൾ പേടിക്കുന്നു. ചിലർക്ക് രോഗങ്ങളെ കുറിച്ചുള്ള പേടിയാണ്. എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗം എനിക്ക് പിടിപെടുമോ? ആർക്കെങ്കിലും ക്യാൻസർ പിടിച്ചു മരിച്ചു എന്ന് കേട്ടാൽ എനിക്ക് ക്യാൻസർ പിടിക്കുമോ? ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി വീട്ടിൽ ആർക്കെങ്കിലും കുടുംബത്തിലുണ്ട്, ഉടനെ എനിക്ക് എപ്പോഴാണ് അറ്റാക്ക് വരുന്നതെന്ന് ഓർത്ത് ജീവിക്കുന്നവരുണ്ട്. അതുപോലെ എൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകുമോ അങ്ങനെ ചിന്തിച്ച് ഭയപ്പെട്ട്, രോഗങ്ങളെ ഭയപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ ആനന്ദിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുപോലെ ഭയം നിറയുന്ന മനസ്സിന് ഒരിക്കലും ദൈവത്തിൻ്റെ ആ സ്നേഹാനുഭവത്തിൽ ജീവിക്കാൻ പറ്റില്ല. ദൈവം തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാറുണ്ട്. ഭയം കടന്നു വരുമ്പോൾ ചില വ്യക്തികളിൽ അത് ഒതുങ്ങിക്കൂടലായിട്ട് മാറുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹൂദന്മാരോടുള്ള ഭയം നിമിത്തം ശിഷ്യന്മാർ കതകടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് മധ്യത്തിലേക്കാണ് യേശു കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭയം കടന്നു വരുമ്പോൾ നമ്മൾ വാതിലുകൾ അടയ്ക്കും, കമ്മ്യൂണിക്കേഷനുള്ള കഴിവുകൾ കുറയും, ഒതുങ്ങിക്കൂടും. മനുഷ്യരെ, സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാതെ പലതിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ ജീവിതത്തിന്റെ പുരോഗതി അത് നഷ്ടപ്പെടുത്തി കളയാണ്. ഈ ലജ്ജ എന്ന് പറയുന്നത്, അമിതമായ ലജ്ജ പോലും ഭയത്തിന്റെ ഒരു ഭാവമാണ്. ഈ ലജ്ജ മാത്രം മതി ഒരാളുടെ ജീവിതം തകരാനായിട്ട്. മനുഷ്യന്റെ ജീവിതത്തെ നന്മയിലേക്ക്, ഐശ്വര്യത്തിലേക്ക്, വളർച്ചയിലേക്കൊക്കെ നയിക്കാൻ ദൈവം ചില വ്യക്തികളെ, ചില സാഹചര്യങ്ങളെയൊക്കെ ഒരുക്കി വെച്ചിരിക്കും. ഈ ലജ്ജ കാരണം അല്ലെങ്കിൽ ഭയം കാരണം നമ്മൾ ആ സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നു, വ്യക്തികളെ ഒഴിവാക്കുന്നു. അപ്പോൾ അതുവഴി നമ്മുടെ ജീവിതം പണിതുയർത്തപ്പെടാനുള്ള ആ സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഭയത്തിന്. ഒതുങ്ങിക്കൂടല്, ലജ്ജ, ഇതെല്ലാം ഇതിന്റെ ഓരോ രൂപങ്ങൾ മാത്രമാണ്. അതുപോലെ ആത്മവിശ്വാസമില്ലായ്മ, ഇനി സംശയ മനസ്ഥിതി, ഒരുപാട് ദാമ്പത്യ ബന്ധങ്ങളെ ദുരിതപൂർണമാക്കി തീർക്കുന്ന ഒരവസ്ഥയാണ് ജീവിത പങ്കാളിയെ സംശയിക്കുക, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജീവിത പങ്കാളിയെ മാത്രമല്ല, ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക? എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വ്യക്തി എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം ഏറ്റവും ഏറെ ദുരിതപൂർണമായിരിക്കും. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തവർ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയിലായിരിക്കും അവർ ജീവിക്കുക. സുരക്ഷിതത്വത്തിന്റെ അനുഭവം അവർക്കുണ്ടാകില്ല. മറ്റുള്ളവരെ വിശ്വസിക്കുവാനും മറ്റുള്ളവരെ ആശ്രയിക്കാനും പഠിച്ചാലേ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകുകയുള്ളൂ, സന്തോഷം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ സംശയ പ്രകൃതി പോലും ഭയത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. അതുപോലെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, എപ്പോഴും ടെൻഷൻ പിടിച്ചാണ് ഒത്തിരി പേര് ജീവിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം തന്ന ജീവിതത്തെ നമുക്ക് ആസ്വദിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥ കടന്നു വരികയാണ്. ചിലപ്പോൾ അമിതമായിട്ടുള്ള ശ്രദ്ധ, അതുപോലെ വിവേകം, ഈ രൂപത്തിലൊക്കെ നമ്മുടെ ഉള്ളിലെ ഭയത്തെ നമ്മൾ പ്രകടമാക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ അമിതമായ ശ്രദ്ധ പോസിറ്റീവായിട്ട് തോന്നും. പക്ഷെ ഭയത്തിൽ നിന്ന് രൂപപ്പെടുന്ന അമിതമായിട്ടുള്ള ശ്രദ്ധ, അതുപോലെ മറ്റാളുകൾ അമിതമായിട്ട്, മക്കളെയാണെങ്കിലും ജീവിത പങ്കാളിയെ അമിതമായിട്ട് കെയർ ചെയ്യുക, ഇതൊക്കെ ഭയത്തിൽ നിന്ന് രൂപപ്പെടാം. അപ്പൊ ഇതെല്ലാം ബന്ധങ്ങളെ തകർക്കുന്നതിന് പോലും കാരണമാക്കി മാറാം. അതുപോലെ ഭയത്തിൽ നിന്ന് ഓർമ്മക്കുറവുണ്ടാകാം, ഏകാഗ്രത ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ രൂപപ്പെടാനായിട്ടിടെ ഉണ്ടാകും. ഇനി കള്ളം പറയുന്ന സ്വഭാവം, ഞാൻ ഇനി മുതൽ കള്ളം പറയില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്കങ്ങനെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുകയില്ല. കാരണം കള്ളം പറയുന്നതിൻ്റെ കാരണം ഭയമാണ്. അതായത് സത്യം പറഞ്ഞാൽ സ്നേഹം നഷ്ടപ്പെടുമോ, സത്യം പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമോ, അങ്ങനെയുള്ള ഭയത്തിൽ നിന്നാണ്, ധൈര്യമില്ലായ്മ, യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള കരുത്തില്ലായ്മയിൽ നിന്നാണ് കള്ളം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സൗഖ്യം കിട്ടുന്നില്ല എങ്കിൽ, ഈ ഭീതി നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് സത്യം പറയാൻ പലപ്പോഴും പറ്റിയെന്നിരിക്കുകയില്ല. അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങളിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങൾ ചിലപ്പോൾ ഭയം നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരിക്കാം പൊട്ടിത്തെറിക്കലിന് പിന്നിലുള്ളത്. അപ്പൊ ഇങ്ങനെ പലതരത്തില് ഭയം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവന്റെ ജീവിതത്തിന്റെ സന്തോഷവും
സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിലെ ഈ ഭയത്തിന്റെ ഈ പ്രശ്നങ്ങൾ കാണുന്ന ദൈവം എപ്പോഴും നമ്മളോട് ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് തിരുവചനം പല ഭാഗങ്ങളിലായിട്ട് നമ്മളോട് പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭയത്തിൽ നിന്ന് വിടുതൽ നേടിയാലാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കുവാനും ദൈവം തന്ന ജീവിതത്തെ ആസ്വദിക്കുവാനും എല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നിന്റെ ബലഹീനതകളുടെ പേരിൽ നിന്റെ ജീവിത പങ്കാളി പോലും നിന്നെ അംഗീകരിക്കുന്നില്ലായിരിക്കാം. നിന്റെ ജീവിതത്തിന്റെ കുറവുകളുടെ പേരിൽ, പഠിക്കാനുള്ള കഴിവില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിലെ കുറവിന്റെ പേരിൽ ഒക്കെ മാതാപിതാക്കൾ അംഗീകരിക്കാത്ത അവസ്ഥ ഉണ്ടാകും. എന്നാൽ നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ്, ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ അംഗീകരിക്കുന്നു എന്ന തിരിച്ചറിവ് എല്ലാ അംഗീകാരമില്ലായ്മയുടെ മുകളിൽ ജീവിക്കുവാനായിട്ടുള്ള ശക്തി എനിക്ക് നൽകും. എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ വാടിത്തളർന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? നമ്മുടെ ശക്തി കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. എത്ര പ്രാർത്ഥിച്ചാലും എത്ര കരുത്ത് നേടിയാലും ശരി, ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്രയോ നിസ്സാരരാണ് നമ്മൾ തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോഴും തകരാതെ നിൽക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവമാണ്. ദൈവം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ്. ഇതെങ്ങനെ ബോധപൂർവം നമ്മളിങ്ങനെ പോസിറ്റീവ് തിങ്കിങ് പോലെ ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, എൻ്റെ കൂടെ ഉണ്ട്, ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയാലൊന്നും സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കണം. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി കിട്ടുകയുള്ളൂ. അല്ലാതെ ദൈവം സർവ്വവ്യാപിയായതുകൊണ്ട് ഇവിടെ ദൈവമുണ്ട് എന്ന് വിചാരിച്ചാൽ അതൊന്നും ജീവിതത്തിൽ ശക്തി പകരുന്ന ഒരു അനുഭവമായിട്ട് മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വഴികളിൽ നിന്ന് മാറി ജീവിക്കുന്ന വ്യക്തി എത്ര പ്രാർത്ഥിച്ചാലും എന്തെല്ലാം പോസിറ്റീവായി ചിന്തിച്ചാലും അവന് കരുത്തുള്ളവനായിട്ട് മാറാൻ പറ്റുകയില്ല. പ്രശ്നങ്ങളുടെ മുമ്പിൽ അവൻ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന അനുഭവം ഉണ്ടാകും. നിന്നെ ദൈവം വിളിച്ചെടുത്ത് നീ ആണെങ്കിൽ മാത്രമാണ് നിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുകയുള്ളൂ. നീ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കാം. ഒരു ക്രിസ്ത്യാനി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല, മറിച്ച് ദൈവഹിതം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശമ്പളം എത്ര കിട്ടുമെന്നോ അല്ലെങ്കിൽ ജോലി നോക്കിയിട്ടല്ല, ദൈവം എൻ്റെ ജീവിതത്തെ ഏത് മേഖലയിലേക്ക് വിളിക്കുന്നു. ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്നെക്കുറിച്ചുള്ള ദൈവഹിതമാണോ എന്ന് നോക്കണം. ചിലപ്പോൾ നല്ല കാര്യമായിരിക്കാം, പക്ഷെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നാൽ പരാജയപ്പെട്ടു പോകും. ജീവിതത്തിലെ ചില പരാജയങ്ങളുടെ കാരണം ഇതാണ്. ദൈവഹിതം അന്വേഷിക്കാതെ സ്വന്തം ബുദ്ധിയിൽ പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ പരാജയം സംഭവിക്കും. അപ്പൊ ദൈവം കൂടെ ഉണ്ടാകണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ദൈവഹിതം ആണോ ഇത് എന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവഹിതമല്ല എങ്കിൽ ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ദൈവഹിതം വെളിപ്പെടുത്തത്. ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ച് നമ്മൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതമല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ആത്മീയമായും ഭൗതികമായും നമ്മൾ വളരുക. ബലം പിടിക്കുന്നത് എപ്പോഴും നമ്മളെ തളർത്തിക്കളയും. കുടുംബങ്ങളിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി പാപമൊഴികെ മറ്റു കാര്യങ്ങളിൽ ബലം പിടിക്കുമ്പോൾ അത് ഒത്തിരി സംഘർഷങ്ങൾക്ക് കാരണമായിട്ട് തീരും. അത് ജീവിതം ഉടഞ്ഞു പോകുന്നതിന് കാരണമായിട്ട് തീരും. അപ്പൊ ദൈവം എങ്ങോട്ട് നയിക്കുന്നോ അങ്ങോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടണം. ഇസ്രായേൽ ജനം അനേക വർഷങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി, വഴി കാണിക്കാൻ വേണ്ടി പകല് മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ മേഘം നീങ്ങുമ്പോൾ അവർ കൂടാരത്തിന്റെ കുറ്റിപ്പറിക്കും, യാത്ര തുടരപ്പെടും. മേഘം എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അവിടെ അവർ വീണ്ടും കൂടാരമടിക്കും. അപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണ പകല് മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും അവരോടൊപ്പം ഉണ്ടായിരുന്നതിന്റെ രഹസ്യം എന്താണ്? അവർ അതിനനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ സംരക്ഷണം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവം നയിക്കുന്നിടത്തേക്ക് നീ പോകണം. ദൈവം പറയുന്നിടത്തായിരിക്കണം നീ ജീവിക്കേണ്ടത്.
എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥിച്ചാലും കിട്ടുകയില്ല. അപ്പൊ കർത്താവ് എൻ്റെ ജീവിതത്തെ കുറിച്ച് ഇട്ടിരിക്കുന്ന പദ്ധതി അനുസരിച്ചാണ് ഞാൻ പോകുന്നതെങ്കിൽ അവിടെ നീ നിലവിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും. അവിടെ നിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ ശക്തിപ്പെടുത്തുവാൻ കടന്നു വരും. എന്നാൽ നീ നിന്റെ ഇഷ്ടങ്ങൾ അന്വേഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സാന്നിധ്യത്തിന്റെ അനുഭവം അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും. ഈ വചനങ്ങൾ അനർത്ഥമാകണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം, ദൈവം പറഞ്ഞ വഴികളിലൂടെ ആയിരിക്കണം നമ്മൾ പോകുന്നത്. അങ്ങനെയല്ലെങ്കിൽ അത് തിരുത്തുവാനുള്ള നാളുകളാണ് ഈ ഫെസ്റ്റിവലിന്റെ ദിവസങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കരുത്തില്ലാതായി പോകുന്നത്, നമ്മൾ തളർന്നു പോകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഉള്ളിലെ സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ്. ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരായി, പക്ഷെ ഇഷ്ടമില്ല. ആ ജോലി ഒത്തിരി ഭാരം പിടിച്ചതായിട്ട് നമുക്ക് തോന്നും. വളരെ പെട്ടെന്ന് നമ്മൾ ടയർഡാകും. എന്നാൽ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്ഷീണിക്കുകയില്ല. അതിലൊരു ആവേശമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. അത് അധ്വാനിക്കുവാനുള്ള ശക്തി കൂടുതലായിട്ട് നമുക്ക് നൽകുകയാണ്. അപ്പൊ നമ്മൾ കുടുംബത്തോട് ഒത്തിരി സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ തളരില്ല, മറിച്ച് ഒരു സംതൃപ്തിയായിരിക്കും വരും. നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ എനർജി കൂടുതൽ കിട്ടും ജോലി ചെയ്യുവാനായിട്ട്. ഇഷ്ടമില്ലാത്ത ഒരു ജോലി നിവൃത്തിയില്ല, ജീവിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും തളർന്ന് അസംതൃപ്തരായിട്ട് മാറുകയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കണമെന്നില്ല ഇപ്പൊ കിട്ടിയത്. ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ലെങ്കിലും കിട്ടിയ ജോലിയെ ഇഷ്ടപ്പെടാൻ നമ്മൾ പഠിക്കണം. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കില്ല ജീവിത പങ്കാളിയെ കിട്ടിയത്. അതുകൊണ്ട് ആ വ്യക്തിയെ ഉള്ളില് വെറുത്ത് അസ്വസ്ഥതയോടെ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതം ദിവസങ്ങൾ കഴിയും തോറും തകർന്നു വീഴും. അപ്പോൾ ഇഷ്ടമുള്ള ആളെ കിട്ടുന്നിടത്തല്ല കുടുംബ ജീവിതത്തിന്റെ വിജയമിരിക്കുന്നത്, മറിച്ച് കിട്ടിയ ആളെ ഇഷ്ടപ്പെടാൻ പഠിക്കുന്നിടത്ത്. കിട്ടിയ ആൾക്ക് ഒത്തിരി കുറവുണ്ട്, നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയി. നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയി. എങ്ങനെയുള്ളൊരു വ്യക്തിയെ മാനുഷികമായി സ്നേഹിക്കാൻ ചിലപ്പോൾ വിഷമമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ ശക്തി കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. ദൈവമേ, നീ എനിക്ക് തന്ന ഈ വ്യക്തിയെ സ്നേഹിക്കുവാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണ്ടേ. ആ വ്യക്തി മാറിയിട്ട് സ്നേഹിക്കാനിരുന്നാൽ ആ വ്യക്തി മാറുകയില്ല. മറിച്ച് ആ വ്യക്തിയിൽ ഒരു മാറ്റവും വരാത്തപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കാൻ പഠിക്കുമ്പോഴാണ് ആ സ്നേഹത്തിലൂടെ ദൈവത്തിന്റെ രൂപ പ്രവർത്തിക്കുകയും വ്യക്തികളിൽ മാറ്റം ഉണ്ടാകുകയും ചെയ്യും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ മാറിക്കഴിഞ്ഞിട്ട് സ്നേഹിക്കാൻ വേണ്ടിയാണ്. അത് നടക്കുകയില്ല. മാറാത്ത അവസ്ഥയിലും ഒരിക്കലും മാറിയില്ലെങ്കിലും ദൈവം തന്ന വ്യക്തിയെ ഇഷ്ടപ്പെടാൻ നമ്മൾ പഠിക്കണം. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമുക്കതിനുള്ള കൃപ നൽകുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ജീവിതം നിനക്ക് ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ, ജോലി നിനക്ക് ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ, കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തി നിനക്ക് ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതിന്റെ പ്രശ്നങ്ങളല്ല, സ്നേഹത്തിൽ നീ കുറവുള്ള വ്യക്തിയായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മള് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, സ്നേഹത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദാഹം ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. സ്നേഹിക്കേണ്ടവര് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്നേഹം കിട്ടാൻ വേണ്ടി ഭാര്യ ഭർത്താവുമായി വഴക്കടിക്കും, ഭർത്താവ് ഭാര്യയുമായിട്ട് വഴക്കടിക്കും സ്നേഹത്തിന് വേണ്ടി. ചിലപ്പോൾ മക്കള് മാതാപിതാക്കളോട് വഴക്കടിക്കും സ്നേഹത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, വഴക്കടിച്ച് സ്വന്തമാക്കാൻ കഴിയില്ല ഒരിക്കലും സ്നേഹം. വെറുതെ ഇരുന്നാൽ പ്രാർത്ഥിച്ചാൽ ആ കരുത്ത് നമുക്ക് അനുഭവപ്പെടാൻ പറ്റുകയില്ല. അപ്പൊ ആളുകളുമായി ബന്ധപ്പെടണം, കുടുംബത്തിലെ അംഗങ്ങളുമായി ആഴമായി ബന്ധമുണ്ടാകണം. നമ്മളൊരു വീട്ടില് നമുക്കറിയാം, ഈ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു വലിയൊരു പദ്ധതിയുണ്ട്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദ്യം ആദത്തെ സൃഷ്ടിച്ചു. അവിടെ അവൻ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായ പ്രകൃതിയും ഇണക്കമുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം നോക്കിയപ്പോൾ ആദം ദുഃഖിതനായി ഒറ്റയ്ക്കിരിക്കുന്നതാ കണ്ടത്. അവന്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ദൈവം തീരുമാനിച്ചു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകുമെന്ന്. അങ്ങനെ അവന് ഒരു ബന്ധം അവിടെ ഉണ്ടാകുകയാണ്. ഈ നാളുകളിലെ ഈ കുടുംബ നവീകരണം എന്ന വാക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. കുടുംബ നവീകരണ ധ്യാനങ്ങൾ, കുടുംബ നവീകരണം. എന്താണ് ഈ കുടുംബ നവീകരണം എന്ന് പറഞ്ഞാല്?
ചില കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങൾ ധ്യാനമൊക്കെ കൂടിക്കഴിയുമ്പോൾ കുടുംബനാഥന്റെ മദ്യപാനം മാറുന്നു. കുടുംബാംഗങ്ങളുടെ വിശ്വാസക്കുറവ്, പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥന തുടങ്ങുന്നു, പാട്ട് തുടങ്ങുന്നു, ധ്യാനങ്ങളിൽ പോകുന്നു. അപ്പോൾ നമ്മൾ പറയും അതൊരു നവീകരിക്കപ്പെട്ട കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, പാട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായാലും ഒരു കുടുംബം നവീകരിക്കപ്പെടുകയില്ല. ഒരു കുടുംബം നവീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തി പോലും ഒറ്റപ്പെട്ടവളായി ജീവിക്കാൻ ഇടവരാതെ വരുമ്പോഴാണ് ആ കുടുംബത്തിലേക്കുള്ള ദൈവത്തിന്റെ പദ്ധതി വരും. അപ്പൊ നവീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആദിമ പദ്ധതിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. കുടുംബ നവീകരണം എന്നത് കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആദിമ പദ്ധതിയിലേക്കുള്ള മടങ്ങിപ്പോക്കാം. എന്താണ് ആദിമ പദ്ധതി? മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്നല്ല, ഒറ്റയാക്കി പോകുന്നതെന്നല്ല, അവൻ ഏകനായിരിക്കുന്നതെന്നല്ല. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് എന്തുമാത്രം ഏകാന്തത അനുഭവിക്കുന്നുണ്ട് മനുഷ്യര്. ഭർത്താവ് ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും എനിക്ക് ആരുമില്ലാതിരിക്കുന്ന ഭാര്യമാരില്ലേ? ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അധ്വാനിച്ചിട്ടും തന്നെ സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ ആരുമില്ല എന്നോർത്ത് ഏകാന്തതയാൽ പീഡിപ്പിക്കപ്പെടുന്ന ഭർത്താക്കന്മാരില്ലേ? രാത്രിയില്ലാതെ പകലില്ലാതെ ഈ നാട്ടിൽ വന്ന് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരെ വളർത്തിയിട്ട് അവരുടെ സ്നേഹവും കൂട്ടായ്മയും കിട്ടാതെ അനാഥരെ പോലെ ജീവിക്കുന്ന മാതാപിതാക്കളില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടാകും, പള്ളിയിൽ പോകുന്നുണ്ടാകും. പക്ഷേ ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി അവിടെ പൂർണ്ണമായിട്ടില്ല. ഒറ്റപ്പെടലില്ലാത്ത ഒരു അവസ്ഥ കുടുംബത്തിലുണ്ടാകണം. കൂട്ടായ്മയുടെ ഒരു സന്തോഷം ഉണ്ടാകണം. അതിനാ പ്രാർത്ഥനയൊക്കെ. പ്രാർത്ഥന അതിൽ തന്നെ, മറിച്ച് അതിലൂടെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ നയിക്കപ്പെടണം. കൂട്ടത്തിൽ വീട്ടിൽ ആളുകൾ ഉണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകണം, കരുത്തുണ്ടാകണം. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിൽ നമ്മൾ വഴി ആരും ഒറ്റപ്പെടാൻ പാടില്ല, ആരും ഏകാന്തതയാൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അവർക്ക് കൂട്ടായ്മയുടെ കരങ്ങൾ നീട്ടിക്കൊടുക്കാൻ ദൈവം നമ്മളെ ആ വീട്ടിലാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ആ കുടുംബം നവീകരിക്കപ്പെട്ടു എന്ന് പറയാം. ദൈവത്തിന്റെ ആദിമ പദ്ധതി മനുഷ്യൻ ഏകനായിരിക്കുന്നത് എന്നല്ല. മനുഷ്യ ജീവിതത്തിൽ നമുക്കറിയാം, പട്ടിയും പൂച്ചയും ഒക്കെ അവർക്കൊന്നും കുടുംബമില്ല, കുടുംബജീവിതമില്ല. എന്നോർത്ത് നോക്കിയ പട്ടിക്കും പൂച്ചയ്ക്കും പശുവിനും ഒന്നും കുടുംബജീവിതമില്ല. അവർ ഇണചേരുന്നുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഇതുപോലെ ഒരു കുടുംബമില്ല അവർക്ക്. എന്തുകൊണ്ടാ ഈ മനുഷ്യന് മാത്രം ദൈവം കുടുംബം എന്ന ഈ വലിയൊരു ഊരാക്കുടുക്ക് നൽകിയത്? ചിന്തിച്ചു നോക്കുക. കുടുംബം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ. കുടുംബമില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം സമാധാനം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് പട്ടിയും പൂച്ചയും പോലെ കുടുംബമില്ലാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചില്ല. എന്തുകൊണ്ട് നമുക്ക് മാത്രം ഈ കുടുംബം എന്നുള്ളൊരു വ്യവസ്ഥ ദൈവം തന്നു? പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഒരു പശു പ്രസവിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ആ പശുക്കുട്ടി എഴുന്നേറ്റ് തുള്ളിച്ചാടി നടക്കും. പക്ഷെ ഒരു മനുഷ്യ ശിശു പിറന്നു വീണാൽ അങ്ങനെയല്ല. വർഷങ്ങളോളം ആ കുഞ്ഞ് നിസ്സഹായൻ. മറ്റുള്ളവരുടെ പരിചരണവും ശുശ്രൂഷയും കിട്ടാതെ ആ കുഞ്ഞിന് പട്ടിയുടെ പൂച്ചയുടെ കൊച്ചു പോലെ വളരാൻ പറ്റില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മറ്റൊരു വിധത്തിലാണ്. എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്, കുടുംബം ഉണ്ടാക്കിയിരിക്കുന്നത്? അവൻ എപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് സങ്കല്പം അങ്ങനെയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയാണ് പാപം വഴി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് കൃത്രിമമായി നമുക്ക് വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റില്ല. കുടുംബത്തിൽ പാപം കടന്നു വരുമ്പോൾ സ്വാർത്ഥത വരും, ഭയം വരും, ഭിന്നത വരും, പ്രശ്നങ്ങൾ വരും, പിശാച് കടന്നു വരും. അപ്പോൾ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ കുടുംബാംഗങ്ങൾ തീരുമാനിക്കുമ്പോഴാണ്, ഐക്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവോടെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഏകാന്തതയില്ലാത്ത, ഒറ്റപ്പെടലില്ലാത്ത ഒരു കുടുംബ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ കരുത്തരായി തീരും. നമ്മുടെ കരുത്ത് ചോർന്നു പോകുന്നത് കുടുംബ ബന്ധങ്ങൾ ആഴപ്പെടാത്തത് കൊണ്ടും കുടുംബത്തിൽ കൂട്ടായ്മയില്ലാത്തത് കൊണ്ടും. അനേക ദാമ്പത്യ ബന്ധങ്ങളിൽ ഇണയുണ്ട്, പക്ഷെ തുണയില്ല. ചിലർ ഒറ്റയ്ക്കാണ് ജീവിതത്തിന്റെ ഭാരം മുഴുവനും വഹിക്കുന്നത്. ഒന്ന് താങ്ങാൻ പോലും ആളുണ്ട്, പക്ഷെ ആരുമില്ല, താങ്ങാൻ ആളില്ല. ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ ദുർബലരായിട്ട് തീരുകയാണ്. അപ്പോൾ ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കുക കുടുംബത്തിലും സമൂഹത്തിലും അത് കരുത്തരായി തീരുവാൻ വേണ്ടി വളരെയേറെ ആവശ്യമാണ്. മറ്റൊന്ന്, നമ്മളുടെ ജീവിതത്തിന്റെ ശക്തി ചോർന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, നമ്മൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അമിതമായിട്ട് ധ്യാനിക്കുന്നു എന്നുള്ളതാണ്.
നമ്മൾ ദൈവത്തെ ധ്യാനിക്കുന്നതിന് പകരം ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മനസ്സിലെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തോർത്തിരുന്നാൽ ആ പ്രശ്നങ്ങൾ നമ്മളെ കീഴടക്കി കളയും. വേദനകളെ കുറിച്ച് ഓർത്തോർത്തിരുന്നാൽ ആ വേദനകൾ നമ്മളെ തളർത്തിക്കളയും. മറിച്ച് മനസ്സിന്റെ ഫോക്കസ് ദൈവത്തിലേക്ക് തിരിക്കണം. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകനായ ക്രിസ്തുവിലേക്ക് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളുടെ മുകളിൽ ജീവിക്കുവാനുള്ള കരുത്ത് കിട്ടുക. എപ്പോഴും നമ്മൾ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. പക്ഷേ സാഹചര്യങ്ങളല്ല ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കുന്നത് എന്ന സത്യം ഒരു വിശ്വാസി തിരിച്ചറിയണം. സാധാരണ മനുഷ്യൻ വിചാരിക്കുന്നത് അവന്റെ ജീവിത സാഹചര്യങ്ങളാണ് അവനെ രൂപപ്പെടുത്തുന്നത്. പക്ഷെ ദൈവ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന സാഹചര്യങ്ങളല്ല, ദൈവമാണ്. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ സാധിക്കും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ. അതുകൊണ്ട് നിന്റെ ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരിക്കാതെ നിന്റെ ദൈവത്തിലേക്ക് നോക്കി ജീവിതം പ്ലാൻ ചെയ്യണം. ആളുകൾ നിനക്ക് എതിരായതുകൊണ്ട് നിനക്ക് ഭാവിയില്ല എന്ന് ചിന്തിക്കരുത്. നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കരുത്. മറിച്ച് നിന്റെ ദൈവം നിനക്ക് മതിയായവനാണ്. നിന്റെ ദൈവത്തിലേക്ക് നോക്കാനും ആ ദൈവത്തിന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാനും പരാജയപ്പെടുന്നത് കൊണ്ടാണ് സാഹചര്യങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ട് നീ കടന്നു പോകുന്ന വഴികൾ ഏത് തരത്തിലൂടെയാണെങ്കിൽ നിനക്ക് ശുഭമായി പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. നിന്റെ ദൈവത്തിന്റെ കൂട്ട് നിനക്കുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഈ ഷാലോം ഫെസ്റ്റിവൽ വഴി ദൈവം നിങ്ങളോട് പറയുന്നതാണ്, സാഹചര്യങ്ങളിലേക്ക് നോക്കി നിങ്ങൾ ഭയപ്പെടരുത്.